കാസർഗോഡ് സർക്കാർ നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം രണ്ടാം ദിവസവും തുടരുകയാണ്. ഹോസ്റ്റലിൽ സൗകര്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇന്നലെ രാത്രിയും വിദ്യാർത്ഥികൾ പ്രധാന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാസർഗോഡേക്ക് പോകാൻ വിശദാംശങ്ങൾക്കായി ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, അപ്പോൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ് രണ്ടാം ദിനവും. എന്തൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് കാസർഗോഡ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. ഇന്നലെ രാത്രി പൂർണ്ണമായും ഒരു ക്യാമ്പസിൽ ആണ് സമരം ചെയ്തത്. ഇപ്പോഴും ആ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമായ അവരുടെ ആവശ്യം ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണം എന്നതാണ്. 2023 കാസർഗോഡ് നഴ്സിംഗ് കോളേജ് ഹുക്കിനെടുക്കയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജോടനുബന്ധിച്ച് സ്ഥാപിച്ചത്. അതിനുശേഷം അവർക്ക് സ്വകാര്യമായ സ്ഥാപനങ്ങളിൽ ആണ് ഹോസ്റ്റൽ സൗകര്യം അവർക്ക് സ്വന്തമായി കണ്ടെത്തേണ്ടി വന്നത്. ഉക്കിനെടുക്ക പോലുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് തങ്ങൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു. കൂടുതലും പെൺകുട്ടികളാണ് നഴ്സിംഗ് കോളേജിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥാപനത്തോടനുബന്ധിച്ച് തന്നെ തങ്ങളുടെ കോളേജിനോടനുബന്ധിച്ച് തന്നെ നഴ്സിംഗ് കോളേജിൻ്റെ അനുബന്ധിച്ച് തന്നെ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ ബാച്ചിൽ 50 വിദ്യാർത്ഥികളാണുള്ളത്. ഈ 50 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി വരുന്നുണ്ട്. ഇതിൽ തങ്ങൾക്ക് കൂടി ഈ സ്പേസ് അനുവദിക്കണം എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്ന മറ്റൊരു കാര്യം. ഈ മെഡിക്കൽ കോളേജിന് 500 വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ളൊരു ഹോസ്റ്റൽ സംവിധാനമാണ് ഒരുക്കുന്നത്. ആ സംവിധാനത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൂടി പരിഗണിക്കണം എന്നത് ഇവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, അടിയന്തരമായി ഈ സ്വന്തമായി ഒരു ഹോസ്റ്റൽ കെട്ടിടം ഉണ്ടാക്കണം. അതുവരെ താൽക്കാലിക സംവിധാനം എന്ന സ്വഭാവത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു താമസിക്കാനുള്ള സൗകര്യം അധികൃതർ തന്നെ ഒരുക്കി തരണം. അതിന് വാർഡൻ, ഇപ്പോൾ കുട്ടികൾ ഈ ഉക്കിനെടുക്ക പോലുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് വ്യത്യസ്തമായ ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളിലുമാണ് താമസിക്കുന്നത്. അവിടെ ഹോസ്റ്റൽ വാർഡനില്ല. അതുകൊണ്ട് തന്നെ പല സ്വഭാവത്തിലുള്ള പ്രയാസങ്ങൾ തങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് ഈ പെൺകുട്ടികൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് മലയോര പ്രദേശമാണ്, കാടിനോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ, പന്നികളുടെയും പാമ്പുകളുടെയും ശല്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിൽ പാമ്പ് കടിയേറ്റ ഒരു വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, തങ്ങൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഒരു കേന്ദ്രം ഒരുക്കണം എന്നൊരാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ അവർ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ സമരം തുടരും എന്നാണ് പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത് വരെ സമരം തുടരാനാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.